Hi students, this is another short video on chi-square test of independence. നമ്മളുടെ ടെസ്റ്റിങ്ങിനകത്തുള്ള നോൺ പാരാമെട്രിക് ടെസ്റ്റുകളിൽ ഒരെണ്ണമാണ് chi-square ടെസ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻസ്. നമ്മൾ ആ സെയിം മെത്തേഡ് വെച്ചിട്ട് അസോസിയേഷൻ ഓഫ് ആട്രിബ്യൂട്ട്സും ടെസ്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, ഐ ഹോപ്പ് യു റിമെമ്പർ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക് എന്താണ്? ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക് എന്ന് പറയുന്നത് chi-square is equal to summation I over I OI minus EI the whole square by EI എന്ന സ്റ്റാറ്റിസ്റ്റിക് ഉപയോഗിച്ച് നമ്മൾ ആ ഒരു എന്താ പറയുക ഹൈപ്പോത്തസിനെ ടെസ്റ്റ് ചെയ്യാറുണ്ട്. നമ്മുടെ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ഓഫ് ഇൻഡിപെൻഡൻസിലെ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ള ഫാക്ടേഴ്സ് അത് എന്ത് തന്നെ ആയാലും ദേ ആർ ഇൻഡിപെൻഡൻറ്റ് എന്നതാണ് നമ്മുടെ ഹൈപ്പോത്തസിസ്. വാട്ട് എവർ ഇസ് ഗിവൺ, ഏത് രണ്ട് ക്യാരക്ടറിസ്റ്റിക്സ് തമ്മിലാണ് അല്ലെ ഏത് രണ്ട് കാറ്റഗറി തമ്മിലാണ് ഇൻഡിപെൻഡൻസ് ചെക്ക് ചെയ്യേണ്ടത് എന്നാണെങ്കിൽ അത് രണ്ടും ഇൻഡിപെൻഡന്റ് ആണ് എന്നതാണ് ഹൈപ്പോത്തസിസ്. സോ വാട്ട് വി ഡു ഇസ്, ഇവിടെ ടെസ്റ്റിംഗ് ആണ്. സോ കമ്പ്യൂട്ടറൈസ് ടെസ്റ്റിംഗ് ആയത് നമ്മൾ ടേബിൾ വാല്യൂ ഒന്നും അല്ല യൂസ് ചെയ്യുന്നത്, വി യൂസ് ദ പി വാല്യൂ അല്ലേ, സ്മോൾ പി. ഡേറ്റയുടെ ആൻസർ നമ്മൾ പ്രോഗ്രാം റൺ ചെയ്ത ശേഷം ആൻസറിൽ വരുന്ന പി വാല്യൂ നോക്കിയിട്ട് പി വാല്യൂ ലെസ് ദാൻ സിഗ്നിഫിക്കൻസ് ലെവൽ ആണെങ്കിൽ H നോട്ട് ഇസ് റിജക്റ്റഡ്. അങ്ങനെ വേണം നിങ്ങൾ അതിന്റെ ആൻസർ എഴുതാനായിട്ട്. അപ്പോൾ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് വാട്ട് എവർ ഫാക്ടേഴ്സ്, ഇപ്പം നമുക്കിതൊരു ക്വസ്റ്റ്യൻ ഇതാണ്, സ്കൂൾ വാണ്ട്സ് ടു ഡിറ്റർമിൻ വെദർ ദർ ഇസ് ആൻ അസോസിയേഷൻ ബിറ്റ്വീൻ സ്റ്റുഡൻസ് ഗ്രേഡ് ലെവൽസ് ആൻഡ് ദെയർ ചോയ്സ് ഓഫ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്. സ്റ്റുഡൻസിന്റെ മാർക്കും അവർ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന ഒരു സ്കൂളിന് നോക്കണം എന്ന ആഗ്രഹം. അതിനായിട്ട് അവർ എന്ത് ചെയ്തു, 300 സ്റ്റുഡൻസിന്റെ ഡേറ്റ എടുത്തു. എന്നിട്ട് അവരെ ഈ രീതിയിൽ, നമ്മൾ ഇതിനെ പറയുന്ന പേരെന്താണ് ഇങ്ങനെ ഒരു ടേബിളിന്? ദിസ് ഇസ് കോൾഡ് എ കണ്ടിജൻസി ടേബിൾ അല്ലെ. ഒരു കണ്ടിജൻസി ടേബിൾ, ഇതൊരു 3x3 കണ്ടിജൻസി ടേബിൾ ആണ്. ആ ടേബിളിന്റെ ഫോമാറ്റിൽ ആ ഡേറ്റയെ അവർ ഫില്ല് ചെയ്തു. അതായത് ഗ്രേഡ് 9 സ്പോർട്സ് എടുത്ത 50 കുട്ടികൾ, ഗ്രേഡ് 10 മ്യൂസിക് എടുത്ത 35 കുട്ടികൾ, ആ രീതിയിൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ കാറ്റഗറൈസ് ചെയ്തു. ഡിഫറെന്റ് ഗ്രേഡ്സ് അനുസരിച്ചും അവരുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അനുസരിച്ചും. ചെക്ക് ചെയ്യേണ്ടത് ഈ ഗ്രേഡും അവരുടെ സ്പോർട്സും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ. ഗ്രേഡ് 9, 10, 11 എന്ന് പറയുന്നത് അവരുടെ മാർക്ക് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രേഡ് ആണ്. ആ ഗ്രേഡും അവരെടുത്ത എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും തമ്മിൽ ഇൻഡിപെൻഡന്റ് ആണോ. ഇവിടെ ചോദിച്ചേക്കുന്നത് അസോസിയേഷൻ ഉണ്ടോ. വിച്ച് എവർ ഇറ്റ് ഈസ് ഓക്കെ. ഇഫ് ദർ ഇസ് ആൻ അസോസിയേഷൻ ദർ ഇസ് നോ ഇൻഡിപെൻഡൻസ് എന്നർത്ഥം. അപ്പോൾ H നോട്ട് എന്ന് പറയുന്നത് ദേ ആർ ഇൻഡിപെൻഡന്റ് ആണ്. അല്ലെങ്കിൽ അതിനെ നമ്മൾ അസോസിയേഷൻ എന്നുള്ള ടേം ഇട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ H നോട്ട് ഇസ് ദേ ആർ നോട്ട് അസോസിയേറ്റഡ്. ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ ബന്ധമില്ല എന്നാണ് അർത്ഥം. അപ്പൊ അസോസിയേഷൻ എന്നുള്ള വേർഡ് ആണ് ക്വസ്റ്റ്യനിൽ കിടക്കുന്നതെങ്കിൽ നമ്മുടെ H നോട്ടിനെ നമ്മൾ എങ്ങനെ എഴുതും? H നോട്ട് ഗ്രേഡ്സ് ആൻഡ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആർ നോട്ട് അസോസിയേറ്റഡ്. അതാണ് H നോട്ട്. ഭയങ്കര സിമ്പിൾ ആണ്. ആകെ നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, ഡേറ്റ, നമ്മളുടെ ഡേറ്റയെ ഒരു ടേബിൾ ഫോം ആയിട്ട് കൊടുക്കണം. ഡേറ്റയെ ടേബിൾ ഫോം ആയിട്ട് കൊടുക്കാൻ ഇപ്പം നമുക്കറിയാം, നമ്മൾ മെട്രിക്സ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം ചെയ്യുന്നത് അതിനെ നമ്മൾ ഡേറ്റ എന്ന ഒരു വേരിയബിളിലോട്ട് തന്നെ സ്റ്റോർ ചെയ്യാണ്. നമ്മൾ ആ ഡേറ്റ വാല്യൂസിനെ 50, 30, 20 അതേ ഓർഡറിൽ നമ്മൾ കൊടുത്തു. എന്നിട്ട് എത്ര റോസിലേക്ക് മാറ്റണം. 3 റോസ് പറഞ്ഞാൽ പിന്നെ കോളം കൊടുക്കേണ്ട കാര്യമില്ല, ഓട്ടോമാറ്റിക്കലി 3 കോളംസ് വന്നോളും. ബൈ റോ കൊടുക്കണം, കാരണം 50, 30, 20 ഒരു റോ ആണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത റോ ആയിട്ടാണ് 40, 35, 25 വരേണ്ടത്. അതുകൊണ്ട് ബൈ റോ ഈക്വൽ ടു ട്രൂ വിത്തിൻ കോഡ്സ്, അല്ലെങ്കിൽ ബൈ റോ ഈക്വൽ ടു ടി എന്ന് കൊടുക്കണം. ഇത്രയും കൊടുത്ത ശേഷം നമ്മൾ റോ നെയിംസും കോളം നെയിംസും കൊടുക്കുകയാണ്. ഇത് നമ്മൾ ഓൾറെഡി പരിചയപ്പെട്ട് കഴിഞ്ഞ ഫംഗ്ഷൻ ആണ്. റോ നെയിംസ് ഓഫ് ഡേറ്റ, റോ നെയിംസ് ബ്രാക്കറ്റിനകത്ത് ഏതിൻ്റെയാണോ റോ നെയിം, നമ്മളിവിടെ ഡേറ്റ എന്നുള്ള വേരിയബിൾ സ്റ്റോർ ചെയ്യുന്നുണ്ട്. റോ നെയിംസ് ഡേറ്റ എന്ന് പറയുന്നത് നമ്മൾ ഗ്രേഡ് 10, 11, 12, 9, 10, 11 കൊടുത്തു. കോളം നെയിംസ് സ്പോർട്സ്, മ്യൂസിക്, ഡ്രാമ കൊടുത്തു. ഇപ്പം നമ്മളുടെ chi-square ടെസ്റ്റിന്റെ ഡേറ്റ കറക്റ്റ് ഒരു ടേബിൾ ഫോമാറ്റിലായിട്ടുണ്ട്. നമുക്കത് എങ്ങനെ ഇരിക്കുന്നു എന്ന് കാണണമെങ്കിൽ ഇവിടെ നമ്മുടെ ഡേറ്റ ഒന്ന് വിളിച്ച് ഒന്ന് കണ്ടാൽ മതി. അപ്പൊ നമുക്കിതൊന്ന് റൺ ചെയ്യുന്നു. എന്നിട്ട് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, chi-square ടെസ്റ്റിന്റെ സ്റ്റാറ്റിസ്റ്റിക് chi-square ടെസ്റ്റിന്റെ ആർ പ്രോഗ്രാമിലെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് chi-square.test ആണ്.
അതിനകത്തോട്ട് ഏത് ഡേറ്റയ്ക്കാണ് അത് ടെസ്റ്റ് ചെയ്യേണ്ടത് എന്നതങ്ങ് കൊടുത്താൽ മതി. നമ്മളിവിടെ ഡേറ്റ എന്ന് പറഞ്ഞ വേരിയബിളിൽ തന്നെ സ്റ്റോർ ചെയ്തുകൊണ്ട് chi_square.test ബ്രാക്കറ്റിനകത്ത് ഡേറ്റ. ഇമ്മീഡിയറ്റ്ലി നിങ്ങളുടെ ഫുൾ കുറേ കാര്യങ്ങൾ വരും. ആവശ്യമില്ലാത്ത ഒന്നും നോക്കണ്ട. അതിൽ നിന്ന് എന്ത് മാത്രം എടുത്താൽ മതി? പി വാല്യൂ മാത്രം എടുക്കുക. നമ്മൾ സിഗ്നിഫിക്കൻസ് ലെവൽ പ്രത്യേകിച്ചൊന്നും പറയാത്തതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി 0.05 ആയിരിക്കും. പി വാല്യൂ ലെസ് ദാൻ 0.05 ആണെങ്കിൽ നമ്മളുടെ ഹൈപ്പോത്തസിനെ റിജക്ട് ചെയ്തേക്കും. ഇത്രേ ഉള്ളൂ. സോ ദിസ് ഈസ് ദ chi_square ടെസ്റ്റ് ഓഫ് അസോസിയേഷൻ അല്ലെങ്കിൽ ഓഫ് ഇൻഡിപെൻഡൻസ്. രണ്ടും നമുക്ക് ഒരേ രീതിയിൽ തന്നെ ചെയ്തെടുക്കാം. ക്വസ്റ്റ്യൻ അനുസരിച്ച് നിങ്ങൾ ആ ഹൈപ്പോത്തസിന്റെ വേർഡിങ്സ് മാറ്റണം. പിന്നെ പി വാല്യൂ കണ്ട ശേഷം കൺക്ലൂഷൻ എന്താണെന്നുള്ളത് ആൻസറിൽ എഴുതണം. പി വാല്യൂ ഇങ്ങനെയാണ്, ലെസ് ദാൻ 0.05 ആണ്, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 0.05 ആണ്. അതനുസരിച്ച് either H0 is rejected or H0 is accepted. But let us try this in the R console. നേരത്തെ ചെയ്ത കിടപ്പുണ്ട്. ഐ എം ഡിലീറ്റിംഗ് ഇറ്റ്. കൺഫ്യൂഷൻ വരാതിരിക്കാനാണ്. നിങ്ങൾ എക്സാമിന് ചെയ്യുമ്പോൾ ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് പോകണം എന്നില്ല കേട്ടോ. നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നതിന് പകരം ഇവിടെ ഫയൽ കൊടുത്തിട്ട് നമ്മൾ ആദ്യം ന്യൂ ഫയലിൽ ആർ സ്ക്രിപ്റ്റ് എന്ന് കൊടുത്താൽ ഓരോരോ ഫയൽസ് ആയിട്ട് നമുക്ക് ഓരോരോ പ്രോബ്ലംസ് ചെയ്യാം. ഇവിടെ ഇങ്ങനെ ഓരോന്നായിട്ട് വരും. ഞാൻ വെറുതെ സ്റ്റോർ ചെയ്യേണ്ട ആവശ്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളുടെ പ്രോഗ്രാം ലൈൻസ്, കോഡ്സ്. നമ്മൾ അതിനെ ഒന്ന് റൺ ചെയ്യാണ്. ലെറ്റ് us see what happens. Something happened. There is an error. ഇവിടെ നമ്മുടെ മെട്രിക്സ് ഫംഗ്ഷനകത്താണ് എറർ വന്നത്. ലെറ്റ് us see what happened. ഇവിടെ നമുക്ക് ട്രൂ വിത്തിൻ കോഡ്സ് കൊടുത്ത് നോക്കാം. ഓക്കെ, എന്നിട്ട് ഒന്നുകൂടെ റൺ ചെയ്യാം. Error, unexpected symbol. I don't know what symbol has happened. Let me see. Still the error is showing. എറർ വന്നാലുള്ള പ്രോബ്ലം ഇതാണ്. നമുക്ക് പിന്നെ അത് ഐഡന്റിഫൈ ചെയ്യണം എന്താണ് സംഭവിച്ചതെന്ന്. സി വാല്യൂ കൊടുത്തു, എൻ റോ ഈക്വൽ ടു ബൈ റോ ഈക്വൽ ടു ട്രൂ, റോ നെയിംസ് ഓഫ് സോറി എല്ലാം കൂടെ ഒരു ലൈനായിട്ട് കയറി വന്നു. അതാണ് കേട്ടോ. ലെറ്റ് us run it once more. ഓക്കെ, now it is okay. ഇത് മുകളിലത്തെ ലൈനിന്റെ കൂടെ അറ്റാച്ച്ഡ് ആയിട്ട് കയറി വന്നു. ദാറ്റ് ഇസ് വൈ വിൽ റൺ ദ ഹോൾ തിങ് അഗെയിൻ. ഒന്നിച്ച് റൺ ചെയ്യുമ്പോൾ നമ്മൾ നേരെ അതിന്റെ ആൻസറിലോട്ടാണ് എത്തുന്നത്. നമ്മൾ നോക്കൂ, നമ്മളിവിടെ ഡേറ്റ ഡിസ്പ്ലേ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് അത് ആ ടേബിൾ ഡിസ്പ്ലേ ചെയ്തേക്കാണ്. നമ്മൾ ടേബിൾ ഇങ്ങനെയാണ്, കറക്റ്റ് ഫോമാറ്റിലാണ് വന്നേക്കുന്നത്. എപ്പോഴും നിങ്ങൾ ടേബിളൊക്കെ ക്രിയേറ്റ് ചെയ്ത ശേഷം അതിനെ ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് നോക്കണം, നമ്മൾ വിചാരിച്ച പോലെ തന്നെ ആണോ ടേബിൾ വന്നേക്കുന്നത്. അതിനുശേഷം മാത്രമേ ബാക്കിയുള്ള അനാലിസിസിലേക്ക് പോകാവൂ. ഇറ്റ് വിൽ ഹെൽപ്പ് യു ഇൻ ഐഡന്റിഫൈങ് വെദർ ദ ഡേറ്റ ഈസ് കറക്റ്റ്. When you do a programming, when you do a program, actually രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, നമ്മളുടെ ഓഫ് കോഴ്സ് പ്രോഗ്രാമിംഗ് ലൈൻസ് കറക്റ്റ് ആയിരിക്കണം, കീവേഡ്സ് കറക്റ്റ് ആയിരിക്കണം. അതുപോലെ ഡേറ്റ കറക്റ്റ് ആയിരിക്കണം. കാരണം ഡേറ്റ ടേബിളും കോളും മാറിപ്പോയാൽ തന്നെ ചിലപ്പോൾ ഇങ്ങനെ ടെസ്റ്റിങ്ങിൽ വലിയ വ്യത്യാസം വരില്ല. വേറെ ചില സ്ഥലത്ത് ഇപ്പോൾ ഗ്രാഫ് വരയ്ക്കേണ്ട സ്ഥലത്തൊക്കെ നമ്മുടെ റോയും കോളും അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രാഫിൽ ഒരു ചേഞ്ച് വരും. പിന്നെ നമുക്കത് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാക്കും. അപ്പം എപ്പോൾ ഡേറ്റ കൊടുക്കുന്നോ ആ ഡേറ്റ ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് കണ്ട ശേഷം മാത്രമേ അനാലിസിസിലേക്ക് പോകാവൂ. അപ്പം നമ്മൾ chi_square ടെസ്റ്റും ഒന്നിച്ച് ഇവിടെ തന്നെ ഉണ്ട്. അപ്പം അതിൻ്റെ റിസൾട്ടും താഴെ വന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കേണ്ടത് പി വാല്യൂ മാത്രമാണ്. പി വാല്യൂ ആൽഫയെക്കാട്ടിൽ കുറവാണെങ്കിൽ H0 റിജക്ട് ചെയ്യാം. ഇവിടെ നമ്മുടെ പി വാല്യൂ 0.07 ആണ്, സ്ലൈറ്റ്ലി ബിഗർ ദാൻ 0.05 ആണ്. സോ H0 ഇസ് അക്സെപ്റ്റഡ്. ടെസ്റ്റിങ്ങിന്റെ ഏത് പ്രോബ്ലം ചെയ്യുമ്പോഴും നിങ്ങളുടെ ഹൈപ്പോത്തസിസ് എന്താണ്, നിങ്ങളുടെ പി വാല്യൂ എന്താണ്, നിങ്ങളുടെ കൺക്ലൂഷൻ ഇൻ വേർഡ്സ് എന്താണ് എന്നത് ആൻസർ ഷീറ്റിൽ എഴുതണം. I'll do a separate video. എക്സാമിന് എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് I'll do a separate video. പക്ഷേ ഇത് എപ്പോഴും ഓർത്ത് വെച്ചോണം. അപ്പം ഇതാണ് നമ്മളുടെ chi_square ടെസ്റ്റ് ഓഫ് ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ അസോസിയേഷൻ. That's all for now.